ഓം ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ഓംകാരപ്പൊരുളാം ജഗജ്ജനനീ നിൻ പാദം നമിച്ചന്വഹം ശങ്കാഹീനമുറച്ചിടാം സവിനയം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം 86-ാം സർഗമാണ് വ്യാഖ്യാനം പറയുന്നത്. ഇന്ദ്രജിത്ത് മായാസീതകയെ നിർമ്മിച്ച് തേരിലിരുത്തി വാനരന്മാരുടെ മുന്നിൽ വെച്ച് വാൾ കൊണ്ട് വെട്ടിയത് കണ്ട് ഹനുമാൻ തുടങ്ങിയ വാനരശ്രേഷ്ഠന്മാർ അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് പോരിൽ നിന്ന് പിന്തിരിഞ്ഞു. ദുഃഖത്തോടെ ആ വാർത്ത ശ്രീരാമനെ അറിയിച്ചു. ശ്രീരാമൻ അത് കേട്ട് മോഹാലസ്യപ്പെട്ടു വീണു. രാമലക്ഷ്മണന്മാരും സുഗ്രീവാദികളും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ കാര്യമെന്താണെന്ന് തിരക്കി വിഭീഷണൻ അവിടെ എത്തി. ലക്ഷ്മണൻ ഹനുമാൻ പറഞ്ഞ ദുഃഖകരമായ ആ വാർത്ത ചുരുക്കത്തിൽ വിഭീഷണനെ അറിയിച്ചു. ഇത് കേട്ട് വിഭീഷണൻ, ഇതൊരിക്കലും സത്യമല്ല. ആ രാക്ഷസൻ വാനരന്മാരെ മോഹിപ്പിക്കാൻ തൻ്റെ മായ പ്രയോഗിച്ചതാണ്. വാനരന്മാരുടെ തടസ്സം ഇല്ലാതെ യാഗശാലയിൽ ചെന്ന് ഹോമം ചെയ്യാൻ വേണ്ടി പ്രയോഗിച്ച മായയാണിത്. ഹോമം കഴിഞ്ഞ് വന്നാൽ പിന്നെ ആർക്കും അവനെ വധിക്കാൻ കഴിയില്ല. ലക്ഷ്മണനോടൊത്ത് വാനരന്മാർ ചെന്ന് ഹോമം മുടക്കട്ടെ. അങ്ങ് സന്താപം വെടിഞ്ഞ് സ്വസ്ഥഹൃദയനായി ഇവിടെ തന്നെ വിശ്രമിക്കുക എന്നെല്ലാം വിഭീഷണൻ ശ്രീരാമനെ അറിയിക്കണം. സത്യം അവരെ ബോധ്യപ്പെടുത്തി. ഇത്രയും പറഞ്ഞ വിഭീഷണന്റെ വാക്കുകൾ കേട്ട് രാമൻ ലക്ഷ്മണനെ പോരിനായി അനുഗ്രഹിച്ചയച്ചു. ലക്ഷ്മണൻ സന്നദ്ധനായി കവചം ധരിച്ച് അമ്പും വില്ലും വാളുമേന്തി രാമപാദങ്ങൾ വന്ദിച്ച് ഇന്ദ്രജിത്തിനെ വധിക്കാനായി നികുംഭിലയിലേക്ക് പുറപ്പെട്ടു. അവിടെയാണ് ആ യാഗം നടക്കുന്ന സ്ഥലം. വാനരസേനയോടുകൂടിയ ഹനുമാനും മന്ത്രിമാരൊത്ത വിഭീഷണനും ലക്ഷ്മണനെ അപ്പോൾ അനുഗമിച്ചു. കുറെ ദൂരം ചെന്നപ്പോൾ ലക്ഷ്മണൻ അകലെയായി അണിയുറപ്പിച്ച് നിൽക്കുന്ന രാക്ഷസേന്ദ്രന്റെ സൈന്യത്തെ കണ്ടു. പ്രതാപവാനും രിപുനാശകനുമായ ആ രഘുനന്ദനൻ വിഭീഷണൻ സമേതനായി അംഗദനോടും ഹനുമാനോടും ഒപ്പം വിധാതാവിന്റെ വിധിപ്രകാരം മായോപായിയായ ആ രാക്ഷസനെ വിജയിക്കാൻ വില്ലുമെടുത്ത് നിലകൊണ്ടു. പലതരം വിമലമായ ആയുധങ്ങൾ കൊണ്ടും കൊടികൾ നിറഞ്ഞതും മഹാരഥന്മാരാൽ തിങ്ങിയതുമായ ഭയാനകമായ ആ ശത്രുസേനയിലേക്ക് അന്ധകാരത്തിലേക്ക് എന്ന പോലെ ലക്ഷ്മണൻ പ്രവേശിച്ചു. ഇതായിരുന്നു ഇതുവരെയുള്ള ഭാഗം. ഇനി 86-ാം സർഗത്തിൽ പറയാണ്. അഥ തസ്യാമവസ്ഥായാം ലക്ഷ്മണം രാവണാനുജ പരേഷാമഹിതം വാക്യമർത്ഥസാധകമബ്രവീൽ. ഉടൻ തന്നെ സൗമിത്രിയോട് രാവണന്റെ അനുജനായ വിഭീഷണൻ കാര്യസാധ്യകരവും ശത്രുക്കൾക്ക് അഹിതവുമായ കാര്യം പറഞ്ഞു. വിഭീഷണൻ ലക്ഷ്മണനോട് പറയാണ്, കാർമേഘം പോലെ കറുത്ത രാക്ഷസേന ഇതാ കാണപ്പെടുന്നു. വൃക്ഷായുധന്മാരായ വാനരന്മാർ വേഗം ഈ രാക്ഷസപ്പടയോട് അടനാടട്ടെ. രാക്ഷസന്മാരോട് വാനരന്മാർ നേരിടട്ടെ. ഈ വൻ സൈന്യം ഭേദിക്കാൻ കഴിഞ്ഞാൽ രാക്ഷസേന്ദ്രപുത്രനെ കണ്ടെത്താൻ സാധിക്കും. രാക്ഷസന്മാരുടെ ഈ വലിയ സൈന്യത്തെ ഭേദിക്കാൻ കഴിഞ്ഞാൽ ആ ഇന്ദ്രജിത്തിനെ കണ്ടെത്താം.
അങ്ങ് ഇന്ദ്രായുധത്തിനൊത്ത അമ്പുകൾ ചൊരിഞ്ഞുകൊണ്ട് ഈ കർമ്മം മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കളെ എതിർക്കുക. ഇന്ദ്രജിത്ത് അവിടെ ഹോമം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് ആ ഹോമം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ ശത്രുക്കളെ എതിർക്കുകയാണ് വേണ്ടത്. വേഗം അതിന് തടസ്സം സൃഷ്ടിക്കണം. ദുരാത്മാവും ധർമ്മഹീനനും മായാവിയും ക്രൂരകർമ്മിയും സർവലോക ഭയാവഹനുമായ ആ രാവണിയെ വധിക്കണം എന്ന് വിഭീഷണൻ പറയുന്നു ലക്ഷ്മണനോട്. വിഭീഷണന്റെ വചനം കേട്ട് ശുഭലക്ഷണനായ ലക്ഷ്മണൻ ആ രാവണപുത്രന്റെ നേർക്ക് ശരമാരി ചൊരിഞ്ഞു. വൃക്ഷന്മാരും വാനരന്മാരും വൃക്ഷങ്ങളും ശൈലങ്ങളും വലിയ ശിലകളും ആയുധമാക്കിക്കൊണ്ട് ഒന്നിച്ചു ചേർന്ന് ആ സൈന്യത്തെ പാഞ്ഞെതിർത്തു. ആ സൈന്യത്തെ ഭേദിക്കാനാണല്ലോ വിഭീഷണൻ പറഞ്ഞത്. വാനരന്മാരെല്ലാവരും ആ രാക്ഷസപ്പടയോട് നേരിടണം. രാക്ഷസന്മാരും കപിസൈന്യത്തെ കൊന്നൊടുക്കാൻ കൂരമ്പുകളും കുന്തങ്ങളും വാളുകളും ശൂലങ്ങളുമേന്തി നിലകൊണ്ടു. വാനര രാക്ഷസന്മാർ തമ്മിലുള്ള ആ പോരാട്ടം അതിഭയങ്കരമായി തീർന്നു. ലങ്ക മുഴുവൻ അതിൻ്റെ മഹാശബ്ദം മുഴങ്ങിക്കേട്ടു. പലതരത്തിലുള്ള ആയുധങ്ങൾ, കൂർത്ത അമ്പുകൾ, വൃക്ഷങ്ങൾ, ഉയർത്തിപ്പിടിച്ച ഘോരമായ ഗിരിശൃംഗങ്ങൾ എന്നിവയാൽ ആകാശം ആവൃതമായി. ആയുധങ്ങളെ കൊണ്ട് ആ ആകാശം മൂടപ്പെട്ടു. വികൃതങ്ങളായ മുഖങ്ങളും കൈകളുമുള്ള ആ രാക്ഷസന്മാർ വാനരന്മാരിലും ആയുധങ്ങൾ എറിഞ്ഞുകൊണ്ട് വലിയ ഭയമുളവാക്കി. അതുപോലെ വാനരന്മാരും സകല വൃക്ഷങ്ങളും ഗിരിശൃംഗങ്ങളും കൊണ്ട് പോരിൽ രാക്ഷസ ശ്രേഷ്ഠന്മാരെ അടിച്ചുകൊന്നു. കൂറ്റന്മാരും കരുത്തന്മാരുമായ വൃക്ഷവാനര മുഖ്യന്മാർ പോരാടുന്ന രാക്ഷസന്മാർക്ക് വലിയ ഭയമുളവാക്കി. തൻ്റെ പട ശത്രുക്കളുടെ പ്രഹരമേറ്റ് പീഡിപ്പിക്കപ്പെട്ടെന്ന് കേട്ട് ദുർജയനായ ഇന്ദ്രജിത്ത് ആ കർമ്മം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എഴുന്നേറ്റു. തൻ്റെ സൈന്യം ഗംഭീരമായിട്ടുള്ള യുദ്ധം നടക്കണു, തൻ്റെ സൈന്യത്തിൽ രാക്ഷസന്മാരെല്ലാം കൊല്ലപ്പെടുന്നു വേണ്ട അറിഞ്ഞ ആ ഇന്ദ്രജിത്ത് ഹോമം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് എഴുന്നേറ്റു. ഇനി വാനരന്മാരെ അകറ്റിയിട്ടേ ഹോമം നടക്കുള്ളൂ എന്ന് മനസ്സിലാക്കി. ആ രാവണി കോപാകുലനായി മരക്കൂട്ടത്തിന്റെ ഇരുളിൽ നിന്ന് പുറത്തു വന്ന് മുമ്പേ പൂട്ടിയുരുക്കിയ രഥത്തിൽ കയറി. കാളമേഘം പോലെ ഭീമധനുസ് ധരിച്ചവനും തുടുത്ത മുഖവും മിഴികളും ഉള്ളവനും ക്രുദ്ധനുമായ ആ രാക്ഷസൻ ഇന്ദ്രജിത്ത് അന്തകനായ മൃത്യുവിനെ പോലെ കാണപ്പെട്ടു. ലക്ഷ്മണനോട് പടവെട്ടാൻ ആഗ്രഹിച്ച് ഭീമവേഗമാർന്ന ആ രാക്ഷസപ്പട അവൻ തേരിലേറിയത് കണ്ട് ചുറ്റും വന്നു നിരന്നു. ഇന്ദ്രജിത്ത് തേരിൽ കയറിയത് വരുന്നത് കണ്ടിട്ട് ആ രാക്ഷസന്മാരും ചുറ്റും വന്നു നിരന്നു ലക്ഷ്മണനോട് പടവെട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട്. ആ സമയം പർവ്വതതുല്യനും വൈരിനാശകനുമായ ഹനുമാൻ തടുക്കാനാവാത്തൊരു മഹാവൃക്ഷവുമേന്തി ആ രാക്ഷസ സൈന്യത്തെ കാലാഗ്നിയെപ്പോലെ ദഹിപ്പിച്ചു. അനേകം വൃക്ഷങ്ങൾ കൊണ്ട് ബോധം കെടുത്തി. രാക്ഷസന്മാർക്ക് വലിയ നാശം ഉണ്ടാക്കി ഹനുമാൻ. വായുപുത്രൻ തൻ്റെ ബലം കൊണ്ട്, കൈക്കരുത്തുകൊണ്ട് ശത്രുക്കളെ കൊന്നൊടുക്കുന്നത് കണ്ട് അനേകായിരം രാക്ഷസന്മാരും ഹനുമാന്റെ മേൽ ശരമാരി ചൊരിഞ്ഞു. ആയുധങ്ങൾ പ്രയോഗിച്ചു ഹനുമാന്റെ നേർക്ക്. തീഷ്ണ ശൂലത്താൽ ശൂലമെടുത്തവർ ശൂലത്താൽ പ്രഹരിച്ചു, വാളെടുത്തവർ വാളിനാൽ, പട്ടസക്കാർ പട്ടസത്താൽ, വേലേന്തിയവർ വേലിനാൽ, പരിഘമേന്തിയവർ പരിഘത്താൽ, ഗദകളാൽ, തിളങ്ങുന്ന ചക്രങ്ങളാൽ, ഇരുമ്പു മുൾത്തടികളാൽ, 100 ശതഗ്നികളാൽ, കൊടും വെൺമഴുവാൽ, കവണകളാൽ, വജ്രതുല്യ മുഷ്ടികളാൽ, അശനിതുല്യങ്ങളായ കൈത്തലങ്ങളാൽ രാക്ഷസന്മാർ ചുറ്റും വന്നു നിന്ന് പർവ്വതതുല്യനായ ആ ഹനുമാനെ പ്രഹരിച്ചു. ക്രുദ്ധനായ ഹനുമാനും അവർക്കും വലിയ പ്രയാസം വരുത്തി. ഹനുമാനും ഒട്ടും വിട്ടുകൊടുത്തില്ല. ആ ഇന്ദ്രജിത്ത് മാർക്കടശ്രേഷ്ഠനും പർവ്വതതുല്യനും ശത്രുഘാതകനുമായ
മാരുതപുത്രൻ സ്വസൈന്യത്തെ നശിപ്പിക്കുന്നത് കണ്ടു. അവൻ തേരാളിയോട് ഇങ്ങനെ പറഞ്ഞു: ആ വാനരന്റെ അടുത്തേക്ക് തേര് തെളിക്കൂ. വെറുതെ വിട്ടാൽ അവൻ നമ്മുടെ രാക്ഷസന്മാരെയെല്ലാം ക്ഷയിപ്പിക്കും. ഇന്ദ്രജിത്ത് ഇങ്ങനെ ആജ്ഞാപിച്ചപ്പോൾ തേരാളി തേരിൽ ഇരിക്കുന്ന അതിദുർജയനായ ഇന്ദ്രജിത്തിനെ വഹിച്ചുകൊണ്ട് ആ ഹനുമാന്റെ അടുത്തേക്ക് ചെന്നു. ദുർജയനായ ആ രാവണി അടുത്തെത്തി വാനരന്റെ ശിരസിൽ ശരങ്ങളും വാളുകളും കുന്തങ്ങളും പ്രയോഗിച്ചു. ഘോരങ്ങളായ ആ ആയുധങ്ങളേറ്റപ്പോൾ ഹനുമാൻ അതികോപം പൂണ്ട് ഇപ്രകാരം പറഞ്ഞു: ദുർമതേ, രാവണപുത്ര, ശൂരനാണെങ്കിൽ യുദ്ധം ചെയ്യൂ. നീ വായുപുത്രന്റെ അടുത്ത് വന്നാൽ ജീവനോടെ തിരിച്ചു പോകില്ല. നിനക്ക് ശൗര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ. നീ അല്ലെങ്കിൽ ജീവിച്ചു പോകില്ല. എന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാമെങ്കിൽ കൈകൾ കൊണ്ടു പൊരുതൂ. ദുർമതേ, രാക്ഷസവര, എന്നിട്ടു നീ എൻ്റെ കരുത്ത് തടുക്കുക. എൻ്റെ ശക്തിയെ തടുക്കണമെങ്കിൽ ദ്വന്ദ്വയുദ്ധം ചെയ്യണം. എങ്കിൽ നിന്നെ ഞാൻ മാനിക്കാം എന്ന് പറയാണ് ഹനുമാൻ. ഹനുമാനെ ഹനിക്കാൻ വേണ്ടി വില്ലുമേന്തി നിൽക്കുന്ന രാവണപുത്രനെ കുറിച്ച് വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഇത് കണ്ട വിഭീഷണൻ ലക്ഷ്മണനോട് പറയാണ്: ഇന്ദ്രനെ ജയിച്ച ആ രാവണപുത്രൻ ഇതാ തേരിലിരുന്ന് ഹനുമാനെ ഹിംസിക്കാൻ ആശിക്കുന്നു. നിസ്തുലങ്ങളും വൈരിവിരോധികളും ജീവിതാന്തകരങ്ങളും ഘോരങ്ങളുമായ ശരങ്ങൾ കൊണ്ട് സൗമിത്രേ, രാവണിയെ വധിക്കുക എന്ന് വിഭീഷണൻ ലക്ഷ്മണനോട് പറഞ്ഞു. ഹനുമാനെ പ്രഹരിക്കാൻ തയ്യാറായി നിൽക്കുന്നു ആ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത്. അതുകൊണ്ട് അങ്ങ് ഘോരമായ ശരങ്ങൾ കൊണ്ട് ഈ ഇന്ദ്രജിത്തിനെ വധിക്കാൻ തയ്യാറാവാം. നിത്യേവ മുക്തസ്തു തഥാ മഹാത്മാ വിഭീഷണേന പ്രദർശതം പർവതസന്നികാശം രണേസ്ഥിതം ഭീമബലം നദന്തം. വൈരിഭീഷണനായ വിഭീഷണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ മഹാത്മാവായ സൗമിത്രി ശക്തിയോടെ തേരിലിരുന്ന് അലറുന്ന ആ പർവ്വതതുല്യനെ ഇന്ദ്രജിത്തിനെ കണ്ടു. ആ ഇന്ദ്രജിത്തിനെ കാണിച്ചു കൊടുത്തു വിഭീഷണൻ. ലക്ഷ്മണൻ ആ ഇന്ദ്രജിത്തിനെ കാണുന്നു, യുദ്ധത്തിന് തയ്യാറാകുന്നു. ആ സമയത്ത് ഇന്ദ്രജിത്ത് ലക്ഷ്മണന്റെ കൂടെ വിഭീഷണനെ കണ്ടപ്പോൾ ആ വിഭീഷണനോട് കുറച്ച് കയർത്ത് സംസാരിക്കുകയാണ്. വർഷിച്ചുകൊണ്ട് പറയാണ്: സ്വന്തം പുത്രനെ കൊല്ലാൻ തയ്യാറായിരിക്കുന്നു. നീ ഇവിടെ ജനിച്ചു വളർന്നവനും എൻ്റെ അച്ഛൻ്റെ അനുജനുമാണ്. എൻ്റെ ഇളയച്ഛനായ നീ പുത്രനെ എങ്ങനെ ദ്രോഹിക്കുന്നു? നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുകയാണേ. വിഭീഷണനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇന്ദ്രജിത്ത് കുറെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ അടുത്ത സർഗത്തിലാണ് പറയുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായേന മാർഗേണ മഹിം മഹേശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.